ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്ന് മിസ് മുന്നേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്നതും പക്ഷേ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നതാണ് ഇത് പ്ലാൻ മൂവ്മെന്റ് സസ്യചലനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ് ക്രിസ്മസ് എക്സാമിന്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ നിഞ്ച ബാച്ചിൽ. ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വേഗം ജോയിൻ ചെയ്തോളാം. ഇത് കഴിഞ്ഞ് എൻഡ് ഗെയിം റിവിഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു മോഡൽ എക്സാം ഒക്കെ ഇത് ക്രിസ്മസ് എക്സാമിന് ഒരുങ്ങാം. നിങ്ങൾ അറിഞ്ഞു കാണും പുതിയ ഫേസിലെ എക്സാം 15 മുതൽ 23 വരെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പം സമയത്തിനനുസരിച്ച് നമുക്ക് നല്ലോണം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. സോ നമുക്ക് പ്ലാൻ മൂവ്മെന്റ്സ് പഠിക്കാം. സസ്യചലനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് ട്രോപ്പിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രോപ്പിക ചലനം, രണ്ടാമത്തേത് നാസ്റ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ നാസ്തിക ചലനം. ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷന് നേരെ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിന് നേരെ മൂവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എതിരെ, വെള്ളത്തിന് നേരെ അല്ലെങ്കിൽ വെള്ളത്തിനെതിരെ, സൺലൈറ്റിന് നേരെ അല്ലെങ്കിൽ സൺലൈറ്റിനെതിരെ, ഗ്രാവിറ്റിക്ക് നേരെ അല്ലെങ്കിൽ ഗ്രാവിറ്റിക്കെതിരെ. ഈ രീതിയിലാണ് ട്രോപ്പിക ചലനം. എന്നാൽ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് അക്കോർഡിംഗ് ടു ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആണ്. പ്രത്യേക ഉദ്ദീപനം ദിശിക്കുന്നതനുസരിച്ചല്ല, അല്ലാതെ മൂവ് ചെയ്യുന്നതാണ് എന്താ നാസ്റ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ നാസ്തിക ചലനം. ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന ട്രോപ്പിക് മൂവ്മെന്റ് ആണ്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കാം, ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം ആൻഡ് കീമോട്രോപ്പിസം. ഇതിൽ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ലൈറ്റ് ആണ്, പ്രകാശമാണ്. ജിയോട്രോപ്പിസം എന്ന് പറയുമ്പോഴോ അവിടെ ഗ്രാവിറ്റിയാണ്, ഭൂഗുരുത്വാകർഷണം. സെറ്റ്. ഇനി മൂന്നാമത്തേതോ ഹൈഡ്രോട്രോപ്പിസം. ഇവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് വാട്ടർ അല്ലെങ്കിൽ ജലമാണ്. നാലാമത്തെ ഹാപ്റ്റോ എന്ന് പറയുമ്പം ടച്ച് അല്ലെങ്കിൽ സ്പർശനമാണ്. കീമോ എന്ന് പറയുമ്പോഴോ അവിടെ കെമിക്കൽ സബ്സ്റ്റൻസ്, രാസപദാർത്ഥങ്ങളാണ്. ഇനി ഇതിന് രണ്ട് രീതിയിൽ മൂവ്മെന്റ് നമുക്ക് പഠിക്കാം. ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ലൈറ്റിന് നേരെ മൂവ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം, ലൈറ്റിനെതിരെ നീങ്ങുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. ഇപ്പൊ സ്റ്റെം, ലീഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലീഫ് സ്റ്റെം ഒക്കെ എപ്പോഴും എങ്ങോട്ടാണ് വളരുക, ലൈറ്റ് കിട്ടുന്നിടത്തേക്കാണ്. കാരണം ലൈറ്റ് കിട്ടിയാലേ അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റൂ. സോ അത് കാണിക്കുന്നത് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. റൂട്ട് ആണെങ്കിലോ, റൂട്ട് ലൈറ്റിന് നേരെയാണോ? അല്ല, ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് നേരെ മണ്ണിന്റെ അടിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് റൂട്ട് കാണിക്കുന്നത് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്, നെഗറ്റീവ് പ്രകാശട്രോപിക ചലനമാണ്. നമ്മളിനി വാട്ടർ എടുക്കാണ്. റൂട്ട് എപ്പോഴും വെള്ളം കിട്ടുന്നിടത്തേക്കാണ് പോവുക, സോ പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം. ഗ്രാവിറ്റി ആണെങ്കിലോ ഗ്രാവിറ്റിക്ക് നേരെയാ പോവുക, സോ പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ്. സോ വാട്ടറിന്റെ കാര്യവും ഗ്രാവിറ്റിന്റെ കാര്യവും റൂട്ടിൽ കിട്ടി. സ്റ്റെം അല്ലെങ്കിൽ ഷൂട്ട് സിസ്റ്റം എടുക്കുമ്പോഴോ വാട്ടറിന് നേരെയല്ല, വാട്ടറിന് എതിരെയാണ്, അതുപോലെ തന്നെ ഗ്രാവിറ്റിക്ക് എതിരെയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷൂട്ട് സിസ്റ്റം നെഗറ്റീവ് ജിയോട്രോപ്പിസവും നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസവുമാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ തന്നെ ഈ ഒരു ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പോസിറ്റീവ് ജിയോട്രോപ്പിസം, ഇവിടെ പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ്, ഇവിടെ നെഗറ്റീവ് ജിയോട്രോപ്പിസം ആണ്. ഈ ചിത്രം തന്നിട്ട് നിങ്ങൾ ഇവിടെ ഏത് ട്രോപ്പിസമാണ് കാണിക്കുന്നത്, ഉദാഹരണം എന്നൊക്കെ ചോദിക്കാം. ഇനി ഹാപ്റ്റോ അതുപോലെ ടച്ച്. ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ടച്ച്, നമ്മുടെ ഈ പാവലിന്റെ വള്ളി, പയറിന്റെ വള്ളിയൊക്കെ കയറി പോകുന്നത്, അവിടുത്തെ ആ ഒരു ടെൻഡ്രിൽസ് കയറുന്നത് ടച്ച് വഴിയാണ് കയറി പോകുന്നത്. അതാണ് സ്പർശക ട്രോപിക ചലനം. കീമോട്രോപ്പിസിലേക്ക് വരുമ്പോഴോ കെമിക്കൽ സബ്സ്റ്റൻസ്, പോളൻ ട്യൂബ് ജെർമിനേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത് കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പ്രസൻസ് വെച്ചിട്ടാണ്. അതാണ് പോളൻ ട്യൂബ് ജെർമിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഇനി ഇതിനെല്ലാം നമുക്ക് ഈസി ആയിട്ട് ടേബിൾ ആക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോട്രോപ്പിസം സ്റ്റെം ടുവേർഡ്സ്, ഗ്രോ ടുവേർഡ്സ് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് റൂട്ട് എഗെയിൻസ്റ്റ് ആണ്. ജിയോട്രോപ്പിസം റൂട്ട് ടുവേർഡ്സ് ഗ്രാവിറ്റി, സ്റ്റെം അഗെയിൻസ്റ്റ് ആണ്. ഹൈഡ്രോട്രോപ്പിസോ റൂട്ട് ടുവേർഡ്സ് ഹൈഡ്രോ ആണ്, പക്ഷെ സ്റ്റെം അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എക്സാമ്പിൾസ് ഈസി ആയിട്ട് പഠിക്കുക. അടുത്ത പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നാസ്തിക ചലനമാണ്. മിസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാസ്റ്റിക് മൂവ്മെന്റിന് ഉദാഹരണങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. ഇതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. തൊട്ടാവാടിന്റെ അനക്കം, നമ്മൾ തൊടുമ്പോൾ വാടുന്നു. ഇനി സാധാരണ പൂവ് വിരിയുന്നത്, അതുപോലെ മുകുളം ഉണ്ടാവുന്നത്, പിന്നെ ഫ്ലവർ ബഡ്സ് വിരിയുന്നതും, പിന്നെ എന്താ ഇരുട്ടാകുമ്പോൾ ചില പൂവുകൾ വാടുന്നത്, ഇതൊക്കെ എന്താണ് നാസ്തിക ചലനമാണ്. പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനോ സ്റ്റിമുലസോ ഒന്നുമില്ലാത്ത ചലനമാണ് നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കിട്ടിയല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ റൂട്ട് അല്ലെങ്കിൽ വേരെടുക്കുമ്പോൾ
ഈ റൂട്ട് കാണിക്കുന്നത് ഏത് തരത്തിലുള്ള ട്രോപ്പിസമാണ്. അത് നിങ്ങൾ ഫോട്ടോട്രോപ്പിസം എഴുതണം, ഇനി ജിയോട്രോപ്പിസം എഴുതണം, ഹൈഡ്രോട്രോപ്പിസം എഴുതണം. അപ്പോൾ റൂട്ടിന്റെ കേസിൽ ഈ 3 ട്രോപ്പിസം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കൂടുതൽ ഇതുപോലത്തെ അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോ ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ. അപ്പൊ മീൻജ ബാച്ചിലെ കുട്ടികളെ നമുക്ക് വീണ്ടും കാണാം. മീൻജ ബാച്ചിലേക്ക് വെൽക്കം ചെയ്യുന്നു. ബൈ.